ഞാൻ ഇന്ന് ചെറുതായിട്ടൊരു വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടൊരു 6 മാസമായി കാണണം. ഇന്നാണെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി. കാരണം ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരാളുടെ വ്ളോഗ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് പറയുന്നൊരു സംഭവം. അപ്പം ഇവിടെയാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് ചെയ്യാനായിട്ട്. ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയുണ്ട് റൂം. പിന്നെ എനിക്ക് ഒരു ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. പിന്നെ കുറച്ച് എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ ചെയ്യും എന്നൊക്കെ നോക്കാം. എനിക്കിതിനൊരു പ്രൊഡക്റ്റീവ് സംഭവമാകണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതെങ്കിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആവാൻ തോന്നുന്നെങ്കിൽ നിങ്ങളായിരിക്കോ. എന്തോ നിങ്ങളെന്നെക്കാട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തിട്ട് വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത്, ഞാൻ ഈ വ്ളോഗ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഇത് വിറ്റ്നസ് ചെയ്യാൻ എന്തോ ഒരാളുള്ളത് പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് ഈ പറയുന്നത്, ഇപ്പോൾ ഞാനിത് ചെയ്യും എന്ന് പറയണേ അത് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇനി ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയാണ് കിടക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ എത്ര വൃത്തിയാക്കി എന്നുള്ളത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനകത്തുള്ള ക്ലീനിങ് പരിപാടി മാത്രമാണ്. എന്നാലും എത്ര ശരിയായി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നിറച്ച ക്ലോത്ത്സ് ആയിരുന്നു. ബെഡ് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടേക്ക് അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റത്തെ ക്ലീനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലീനിങ്. ഇനി വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായൊരു സംഭവം എന്താണെന്നറിയോ, നമ്മൾ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. പക്ഷെ നമ്മൾ ആ ഒരു പ്രോപ്പർ സമയം അതിന് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അതിങ്ങനെ വീണ്ടും വീണ്ടും ക്ലട്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് കൊടുത്താൽ തന്നെ അത് ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകുന്നതായിട്ടാണ് എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പോൾ ഒരു ഡെയിലി ക്ലീൻ ചെയ്തിട്ട് പോവുക അങ്ങനെ വിചാരിക്കുന്നത് തന്നെ ആൾക്കാരുണ്ടാവണം എന്നില്ല. ഇപ്പം എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം റൂം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു റുട്ടീനായിട്ട് അങ്ങ് നടന്നു പോകല്ലേ. രാവിലെ കഴിക്കുക, ഈ മൂടി പുതയ്ക്കുന്ന മുണ്ടൊക്കെ മടക്കി വയ്ക്കുക, അപ്പോൾ ചെയ്യേണ്ടത് ചെയ്തു പോകും. പക്ഷെ ഞാൻ അങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പം ഞാനതിന് പ്രത്യേക ഒരു ടൈം കണ്ടുപിടിച്ച് എന്ന് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു വീക്ക് ഞാൻ ഇങ്ങനെ വൃത്തികേടാക്കി റൂമൊക്കെ ഇട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ശരിയാക്കണം. പിന്നെ എക്സാംസൊക്കെ വരുന്ന സമയത്ത് എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഭയങ്കര, അമ്മയൊക്കെ പറയും ചാത്തനാടിയ കളം പോലെ ഇടം കിടക്കണമെന്ന്. എനിക്ക് പിന്നെ എൻ്റെ വീട്, ഇപ്പം എൻ്റെ റൂം എന്നൊക്കെ പറയണോണ്ട് വേറെ ആരും നോക്കാനില്ലല്ലോ. അപ്പം എനിക്ക് ഇഷ്ടം പോലെ തോന്നിയ പാടാണ്. പക്ഷെ ബൈ ദ ടൈം ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ഇങ്ങനെയുള്ളൊരു ഡീക്ലട്ടർ ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്കൊരു പീസ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ക്ലട്ടറായി കിടക്കുന്നതിനെക്കാട്ടും. അപ്പം എന്തുകൊണ്ട് ഇത് തന്നെയാണ് ബെറ്റർ. അതിനുവേണ്ടി ടൈം കണ്ടെത്തണം എന്നുള്ള ആളാണെങ്കിൽ കണ്ടെത്തി ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ.